ഗോപീകൃഷ്ണൻജി എനിക്ക് 1 മിനിറ്റ് തരണം, അതിനുശേഷം മാത്രമേ ഇടപെടാവൂ. 2, ഞാൻ പറയുന്നതിൽ ഒരു വരിയോ ഒരു കുത്തോ കോമയോ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള പോലീസും കേരള മുഖ്യമന്ത്രിയും രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾക്ക് ഉത്തരവാദിത്തം, ഓരോ വരിക്കും വാക്കിനും കുത്തിനും കോമയ്ക്കും ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കും? ഓൾറെഡി മറ്റൊരു പുരുഷനുമായി 2024 ഓഗസ്റ്റിൽ കല്യാണം കഴിച്ച ആ ബന്ധം മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധം സ്ഥാപിച്ച ആ പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് കല്യാണം കഴിക്കാനും ഭാവിയിലേക്ക് പോകാനും കഴിയുക? നാട്ടുകാർക്കറിയില്ലായിരിക്കും, പക്ഷേ ഗോപീകൃഷ്ണൻജിക്ക് അടക്കം അറിയാമല്ലോ. ആ പെൺകുട്ടി ഓൾറെഡി മാരീഡ് അല്ലേ? അത് മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് പിന്നീട് അറിയുമ്പോഴോ അല്ലെങ്കിൽ അതിനുശേഷമോ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റുക? ഇത്തരം വസ്തുതകൾ എത്ര സൗകര്യപൂർവ്വം നമ്മൾ മറച്ചു വെക്കുന്നു. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പയ്യന് മാന്യതയും മര്യാദയും ഉള്ളതുകൊണ്ടാണ് അവനിത് പറയാത്തത്. അദ്ദേഹം ഇത് പറയേണ്ടതാണ്. പക്ഷേ ഞാനിത് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാന്യതയും മര്യാദയും കൊണ്ട് ആ വ്യക്തി ഇത് പറയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓൾറെഡി കല്യാണം കഴിച്ച, ഓൾറെഡി വിവാഹിതയായ, കല്യാണം കഴിച്ചിട്ട് 1 വർഷം പോലും കഴിയാത്ത പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധം സ്ഥാപിക്കുകയും 1 വർഷത്തിനുള്ളിൽ 2024 തൊട്ട് 2025 വരെയുള്ള 1 വർഷത്തിനുള്ളിൽ 2 ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിക്കാൻ കാരണം, അല്ലെങ്കിൽ അത് പറയുന്നില്ല, ഇനി ആ പെൺകുട്ടിയെ ഞാൻ ദോഷം പറഞ്ഞു എന്ന് വേണ്ട, പക്ഷേ ആ പെൺകുട്ടി കല്യാണം കഴിച്ച പെൺകുട്ടിയാണെന്ന് ശ്രീ ഗോപികൃഷ്ണൻ അറിയാമല്ലോ. ഇല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ ആ വാദം പിൻവലിക്കാം. ശ്രീ ഗോപികൃഷ്ണന് അത് അറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ നിമിഷം ഞാൻ പരസ്യമായത് പിൻവലിച്ച് മാപ്പ് പറയാം. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളെല്ലാം മറച്ചുവെച്ച് രാഹുലിനെ രാഷ്ട്രീയപരമായി വേട്ടയാടാൻ ഈ ഇലക്ഷൻ സമയത്ത് ശ്രമിക്കുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടോ? കോടതിയിൽ ഇതെല്ലാം വരില്ലേ? അന്ന് നിങ്ങൾ അതിജീവിതയുടെ സ്വകാര്യത പറഞ്ഞ് ഈ വിഷയങ്ങളൊന്നും കൊടുക്കാതിരിക്കുമല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ മാരീഡ് ആയിരുന്നില്ല, ആ പെൺകുട്ടി മാരീഡ് ആയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ ബന്ധത്തെ കണ്ടത്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞത്. ലൈംഗികത വേണമെന്നല്ല, 1 നൈറ്റ് സ്റ്റാൻഡ് വേണമെന്നല്ല, ഫ്ലിങ് വേണമെന്നല്ല, നമുക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞു, ഭാവിയെ കുറിച്ച് ചിന്തിച്ചു. പക്ഷേ ആ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആയിരുന്നു സാർ.